അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും മജ്ലിസിലേക്ക് ഹാർദവമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും നമ്മളൊരു മജ്ലിസിലും കൂടി എത്തിപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സർവശക്തനായ നാഥൻ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ശിഷ്ടകാലം അവൻ്റെ താഴത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ആക്കിബത്ത് നന്നായി മരിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ ഹബീബായ നബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സലാത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും ചൊല്ലിയിരുന്ന ഒരു സലാത്താണ്. ഇൻഷാ അല്ലാഹ് ഈ സലാത്തിൻ്റെ പേര് ഫാത്തിമിയ സലാത്ത് എന്നാണ്. ഇൻഷാ അല്ലാഹ് ഈ സലാത്ത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 313 പ്രാവശ്യം ചൊല്ലുക. നമ്മളെ ജീവിതം പ്രകാശപൂരിതമാകും. ആ സലാത്ത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സല്ലി അലാ അലന്നൂരി വാഹിലി, അല്ലാഹുമ്മ സല്ലി അലാ അലന്നൂരി വാഹിലി എന്ന് 313 പ്രാവശ്യം എല്ലാ സുബഹിക്ക് ശേഷവും ചൊല്ലുക. നമ്മളെ ജീവിതത്തിൽ വിജയമുണ്ടാവാൻ കാരണമായി തീരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു വീഡിയോയുമായി പിന്നെ കാണാം. നിർത്തുകയാണ്. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു.